ഹൃത്തിൽ വചനം മാംസം ധരിക്കാതെ പാഴായി പോയൊരു നാളുകളിൽ, പാഴായി പോയൊരു നാളുകളിൽ. ഹൃത്തിൽ വചനം മാംസം ധരിക്കാതെ പാഴായി പോയൊരു നാളുകളിൽ, പാഴായി പോയൊരു നാളുകളിൽ. അമ്മേ തിരുക്കച്ചയാൽ പൊതിയണമേ, അമ്മേ തിരുക്കച്ചയാൽ പൊതിയണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ, തൂകേണമേ, അമ്മേ തൂകേണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 27ാമത്തെ ദിവസം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ധ്യാനിച്ച് ഒടുവിലത്തെ ഫലത്തേക്ക്. ഒടുവിലത്തെ ഫലമെന്ന് പറയുമ്പോൾ അത് ചെറുതല്ല. നമ്മൾ പറയാറുണ്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. ചെറുതല്ല. ആത്മസംയമനം. അങ്ങനെ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 9 ഇന്നുകൊണ്ട് ധ്യാനിച്ച് തീരുകയാണ്. ആത്മസംയമനം, ആത്മനിയന്ത്രണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇന്ന് ധ്യാനിച്ച് അവസാനിപ്പിച്ച് ഇനി നമുക്ക് 6 ദിവസം കൂടിയേ ഉള്ളൂ
വിമലഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാൻ ഓഗസ്റ്റ് 15 തിരുനാളിലേക്ക്. അപ്പം നാളെ മുതൽ നമ്മൾ ചെയ്യുന്നത് വിമലഹൃദയ പ്രതിഷ്ഠ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ അച്ഛാ തീരുകയാണോ? അല്ല, അങ്ങനെയല്ല. മറിച്ച് ഇനി ഒരു ദിവസം, അതായത് ഓഗസ്റ്റ് 16 ഈ ശുശ്രൂഷ നിങ്ങൾ കാണില്ല രാവിലെ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സമയത്ത് അപ്പോഴും വിശ്വാസിയായിരിക്കാൻ, അപ്പോഴും ഇതേ ട്രാക്കിൽ പോകാൻ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്യാവശ്യം വേണ്ടത് അതാണ് നാളെ തൊട്ട് നമ്മൾ ഓരോ സെഗ്മെൻറ്റായിട്ട് ഇങ്ങനെ ധ്യാനിച്ചു പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ ആ മൂഡിലേക്ക് എത്തണം. ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ലാതെയും നല്ല ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിരുന്നാലല്ലേ ആ ടൂൾസ് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നാളെ തൊട്ട് ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ഇന്നപ്പം നമ്മൾ ചിന്തിക്കുന്നത് ആത്മസംയമനം, ആത്മനിയന്ത്രണം. പരിശുദ്ധാത്മാവ് പ്രത്യേകമായി തരുന്ന ഒരു കൃപയാണ് ഈ ആത്മനിയന്ത്രണത്തിൻ്റെ കൃപ. ആത്മനിയന്ത്രണത്തിൻ്റെ കൃപ അത് തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം, തിമോത്തിയോസിനുള്ള 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അതിങ്ങനെയാണ്: എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാണ് എന്ത്? ഈ ആത്മനിയന്ത്രണം. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് ഈ ആത്മനിയന്ത്രണം? ഇന്നലെ പറഞ്ഞ വാക്കുമായിട്ട്, ഇന്നലെ ചിന്തിച്ചതുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന കാര്യമാണ്. ഇന്നലെ സൗമ്യത നമ്മൾ ചിന്തിച്ചു. ഇന്ന് ആത്മനിയന്ത്രണത്തെ ഏറ്റവും ലളിതമായിട്ട് ഞാൻ പറയട്ടെ, നമുക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മെത്തേഡ് ഞാൻ പറയാം. ആത്മനിയന്ത്രണം ഈസ് ഈക്വൽ ടു നോ പറയാനുള്ള കഴിവ്. ആത്മനിയന്ത്രണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നോ എന്ന് പറയാനുള്ള കഴിവ്. അതാണ് ആത്മനിയന്ത്രണം. ഇതുണ്ടാകണം. ഇതില്ലെങ്കിൽ കാര്യമില്ല. ഇതില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ബാക്കിയെല്ലാം ഇതുവഴി അങ്ങ് ഒലിച്ചു പോകും. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ നോ പറയാനുള്ള തൻ്റെ ഇടമില്ലാതായി പോകുന്നുണ്ട്. നോ പറയണം. അത് പാപത്തോട്, മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ലോകമൊരുക്കുന്ന കൗതുകങ്ങളോട്, ചില ക്ഷണങ്ങളോട് ഒക്കെ നോ എന്ന് പറയാൻ പറ്റണം. ഇതാര് പഠിപ്പിക്കുന്നതാണ്? ഈ ആത്മനിയന്ത്രണത്തിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ് എവിടെ നമ്മൾ കാണുന്നത്? മരുഭൂമിയിലെ പരീക്ഷയിൽ ഈശോയുടെ ശൈലി. അത് ആത്മനിയന്ത്രണത്തിൻ്റെ ശൈലിയാണ്. എന്ന് വെച്ചാൽ നോ. കർത്താവ് പിശാചിനെ ജയിച്ചത് ഈ ഒറ്റ വാക്ക് പറഞ്ഞാൽ നോർക്കണം, നോ. അപ്പം നമ്മൾ ഈ നോ പറയാനുള്ള കഴിവ് വളർത്തിയെടുക്കണം. എല്ലാത്തിനോടും പോയി യെസ് പറഞ്ഞ് എല്ലാ പാപക്കുഴിയിലും കിടന്ന് ഉരുളരുത്. നോ എന്ന് പറയണം. പ്രത്യക്ഷത്തിൽ വളരെ ഭംഗിയെന്ന് തോന്നുന്ന, വളരെ നല്ലതെന്ന് തോന്നുന്ന ഓഫറുകളുമായിട്ട് പിശാച് അവൻ്റെ സകല കുതന്ത്രങ്ങളോടുകൂടെ നമ്മളെ മാടി വിളിക്കുമ്പോൾ ഒരു പവർഫുൾ ക്രിസ്ത്യൻ നോ പറയാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടാകണം. അതല്ലേ ഈശോയും ചെയ്തത്? ഈശോയോട് ചോദിച്ചത് എന്തായിരുന്നു? കല്ലുകളെ അപ്പമാക്കുക. കേട്ടാൽ നല്ല കാര്യമല്ലേ? അതിനകത്ത് എന്താ തെറ്റുള്ള? ഈശോ പറഞ്ഞു നോ. പിശാച് പറഞ്ഞു ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ താഴേക്ക് ചാട്, മാലാഖമാര് നിന്നെ കൈകളിൽ താങ്ങുമെന്ന് വചനമില്ലേ? ഈശോ പറഞ്ഞു നോ. നീ ഒറ്റ തവണത്തേക്ക് എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിക്ക്. ഈശോ അഗൈൻ പറയുകയാണ് നോ. നോ പറയാനുള്ള ഈ ആത്മനിയന്ത്രണം ഇല്ലെങ്കിലുണ്ടല്ലോ ചില മനുഷ്യരുണ്ടേ. ഇപ്പോൾ എനിക്കറിയാവുന്ന, ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവും, ഒരു നല്ല മനുഷ്യനാണ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേട്ടനെ, ഭയങ്കര നല്ലതാണെന്ന് എനിക്കറിയാം. പക്ഷേ ആൾക്ക് എല്ലാവരുടെ സ്നേഹമാണ്. അയ്യോ എന്തൊരു അലിവുള്ള മനുഷ്യനാണെന്നറിയാമോ? എന്ന് വെച്ചാൽ ആരുടെ സങ്കടം കണ്ടാലും പുള്ളി കൊണ്ട് പറ്റുന്ന ചെയ്യും. ഒരു കാര്യമൊക്കെ നമുക്ക് ഏൽപ്പിച്ചാൽ പുള്ളി വൃത്തിയായിട്ട് ചെയ്തു തരും. അല്ലെങ്കിൽ എല്ലാവരോടും സഹകരിച്ച് പോകും. ഇതൊക്കെ പുള്ളിയുടെ ക്വാളിറ്റീസാണ്. ഒരുപാട് നന്മയുള്ള ഒരാൾ. പക്ഷേ നമ്മുടെ സങ്കടം ആ ചേട്ടനെക്കുറിച്ചുള്ളത് അത് കൃത്യം അത് തന്നെ പറയാമല്ലോ. ചേട്ടനെ ആര് വിളിച്ചാലും, അതായത് ആര് വെള്ളം വിളിച്ചിട്ട് നമുക്കൊന്ന് കൂടിയാലോ, മദ്യമാണ് ഓഫർ, നമുക്കൊന്ന് കൂടിയാലോ, ഈ മനുഷ്യനെ കൊണ്ട് നോ പറയാൻ പറ്റുന്നില്ല. ഈ ഒരൊറ്റ കുറവേ ഉള്ളൂ. പക്ഷേ ഈ ഒരൊറ്റ കുറവിൽ ബാക്കി എല്ലാം പോവാണ്. അതുകൊണ്ട് ഈ ആത്മനിയന്ത്രണം ഇല്ലാത്തവൻ, ബൈബിളിൽ ഒരു സൂചനയുണ്ട്,
ആത്മനിയന്ത്രണമില്ലാത്തവൻ കോട്ടയില്ലാത്ത നഗരം പോലെയാണ് എന്ന്. എന്ത് കറക്റ്റാണെന്നറിയാമോ? ആത്മനിയന്ത്രണമില്ല, ബാക്കി എല്ലാ നന്മകളും നമുക്കുണ്ട്. നമുക്ക് ക്ഷമയുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്, നമുക്ക് ആനന്ദം എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. ആത്മനിയന്ത്രണമില്ലെങ്കിൽ എന്താ പറ്റുന്നത്? ഒരുപാട് സുഹൃതങ്ങളുടെ കൊട്ടാരമുണ്ട്, പക്ഷെ അതിനു ചുറ്റും ഒരു സംരക്ഷണത്തിൻ്റെ കോട്ടയില്ല. ആത്മനിയന്ത്രണമില്ലാത്തവൻ കോട്ടയില്ലാത്ത നഗരം പോലെയാണ്. അപ്പം എന്തു പറ്റും? കോട്ടയില്ലെങ്കിൽ പിന്നെ ഈ അകത്തുള്ള നിധി വല്ലവനും കവർന്നെടുത്തുകൊണ്ട് പോകും. ആത്മനിയന്ത്രണത്തിൻ്റെ ഒരു വേലിക്കെട്ട് നമുക്കെല്ലാവർക്കും ആവശ്യമാണെന്ന് ഓർക്കണേ. ആത്മനിയന്ത്രണത്തിൻ്റെ നോ പറയുന്ന ഒരു വേലിക്കെട്ട്. അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 25 അധ്യായം 28 വാക്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. സുഭാഷിതങ്ങൾ 25-28. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. നമുക്കറിയാം, നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴെങ്കിലും വലിയ കോട്ടകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ കോട്ടയാണ് അകത്തുള്ള നഗരത്തെ സംരക്ഷിക്കുന്നത്. അപ്പം നമ്മളിലെ എല്ലാ പുണ്യങ്ങളെയും നമ്മളിലെ എല്ലാ പരിശുദ്ധാത്മ ഫലങ്ങളെയും സംരക്ഷിക്കുന്ന കോട്ട എന്താണ്? ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം അത് വീണ്ടുമുണ്ട്. ഈ സുഭാഷിതങ്ങളുടെ പുസ്തകം 16 അധ്യായം 32 വാക്യം, മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനെക്കാട്ടിലും ശ്രേഷ്ഠനാണ്. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതാണ് ഈ ആത്മസംയമനം. തോന്നുന്ന പോലെ ചെയ്യരുത്. ഇപ്പം ഞാൻ ഈയിടെ ഒരാളോട് ഇടപെട്ടു, ഒരു പ്രത്യേക കേസിൽ ഇടപെട്ടു. അപ്പോൾ ഇടപെട്ടപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്. ചില നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, എന്നോടല്ല, രണ്ടുപേർ തമ്മിലുള്ള ഇഷ്യൂ ആണ്, പൊട്ടിത്തെറിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് അടങ്ങ്. അപ്പോൾ പറയുന്നത്, എൻ്റെ മനസ്സിൽ ഇതാ വരുന്നത്. പുള്ളി അതിന് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു മെനകെട്ട സൈക്കോളജി ഇപ്പം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നറിയാമോ? എനിക്ക് എന്ത് തോന്നുന്നോ അത് അതുപോലെ എക്സ്പ്രസ് ചെയ്യുക. കേൾക്കുമ്പോൾ രസമാണ്, പറയാൻ നല്ല സുഖമാണ്, പക്ഷെ അതെങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്ന ഒരാൾക്ക്? ഇപ്പോൾ ചില സമയത്ത് നമുക്ക് നമ്മളോട് ഒരുത്തരെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ, ചിലപ്പോൾ തോന്നിപ്പോവും. എന്ന് വെച്ചാൽ ആ തോന്നൽ ഉടനെ പോയി കത്തിയെടുത്ത് കുത്തിയാൽ എങ്ങനെ ഇരിക്കും? മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം നമുക്ക്. അതായത് നമുക്കെതിരെ നിൽക്കുന്നവനെ ഒരു ഇടി കൊടുക്കാൻ തോന്നുമ്പോഴും ഇടി കൊടുക്കാതിരിക്കാനുള്ള പക്വത, അതാണ് ആത്മനിയന്ത്രണം. ഇതാവശ്യമാണ്. ഇതില്ലെങ്കിൽ ബാക്കി എല്ലാ സുഹൃതങ്ങളും കുത്തിയൊലിച്ചു പോകും പ്രിയമുള്ളവരെ. അത് മാത്രമല്ല, വേറൊരു തിയോളജിക്കൽ പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഈ ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ, അത് ഞാൻ ഈ ഇടക്കാലത്ത് ഒരു ഫാമിലി ഇഷ്യൂവിൽ ഇടപെട്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഒരുമിച്ചിരുന്ന് സംസാരിച്ചാലൊക്കെ പരിഹാരം ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇടപെട്ടതാണ്. അപ്പോൾ അതിനകത്ത് ഞാനപ്പം എൻ്റെ സൈഡിലുള്ള നമുക്ക് സംസാരിക്കാൻ, നമുക്ക് ഇങ്ങനെ പരുവപ്പെടുത്തി നിർത്താൻ പറ്റുന്ന ആളോട് ഞാൻ പറഞ്ഞു, കയ്യിൽ നിന്ന് പോകരുത്, എനിക്കൊരു പ്ലാനുണ്ട്, ഞാനത് അങ്ങനെ ആക്കിയെടുക്കാം. രണ്ടു കൂട്ടർക്കും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ശരിയായ തീരുമാനത്തിലേക്ക് എത്തിക്കാം. എന്നോട് കൂടെ നിൽക്കണം, കയ്യിൽ നിന്ന് പോകരുത്. ഇതൊക്കെ പറഞ്ഞ് ഒരുക്കിയാണ് അവിടെ കൊണ്ടിരുത്തി സംസാരം തുടങ്ങി. ഞാൻ ആരോടാണോ കയ്യിൽ നിന്ന് പോകരുത്, പിടിച്ചു വെച്ചോണം, ആവശ്യമില്ലാത്ത വാക്ക് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുക്കിക്കൊണ്ട് പോയത്, ആ മനുഷ്യൻ അത് കുളവാക്കി കൈ തന്നു. എന്ത് പറ്റി? എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവസാനം ചമ്മിയിരിക്കുകയാണ്. ഞാൻ അപ്പോൾ ഓർക്കുകയായിരുന്നു, ഇതുപോലെ തന്നെയാണ് ദൈവത്തിനും. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. അതായത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ കാലത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കാൻ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ദൈവം നമ്മളോട് പറയുകയാണ്, എൻ്റെടാ കുഞ്ഞെ, കയ്യിൽ നിന്ന് പോയേക്കരുത് പ്ലീസ്. നിൻ്റെ കയ്യിൽ നിന്ന് പോയാൽ എന്ത് പറ്റും? എൻ്റെ പദ്ധതി പോകും, ദൈവത്തിൻ്റെ പദ്ധതി പൊളിഞ്ഞു പോകും. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, പലപ്പോഴും ആത്മനിയന്ത്രണം വിട്ട് നമ്മൾ ഇടപെട്ടപ്പോഴൊക്കെ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ പദ്ധതി താറുമാറായിട്ടുണ്ട്. ഇത് അച്ഛൻ എവിടെ നിന്നായി പറയുന്നത്? ഇതുണ്ട്, ബൈബിളിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ കർത്താവ് തമ്പുരാൻ തന്നെ കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. 26 മത്തായി 26:53 അവിടെ ഈശോയെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ഈ പടയാളികൾ വാളും കുന്തവും ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഈശോ പറഞ്ഞ കാര്യമാണ് സൂപ്പർ. 53 വാക്യമാണ്. ഇങ്ങനെ ശ്രദ്ധിക്കണം, 53 54. അപ്പം ഞാൻ ഈ പറഞ്ഞ ആർഗ്യുമെൻ്റ് കൃത്യം മനസ്സിലാകും. ഇങ്ങനെയാണത്: എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും
ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? പത്രോസിനോട് പറയുകയാണ്. ഈ പടയാളികൾ വന്നപ്പോൾ ഉറയിലുള്ള വാളെടുത്ത് വീശിയ പത്രോസിനോട് പറയുകയാണ്, എടാ മണ്ട, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് എൻ്റെ അപ്പനോട് ചോദിക്കാൻ പറ്റില്ലെന്നും ഞാൻ ചോദിച്ചാൽ എൻ്റെ അപ്പ 12 വ്യൂഹം സൈന്യത്തെ എനിക്ക് വേണ്ടി അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നോ? നിന്റെ ഈ വാളൊക്കെ എന്ത്? 12 വ്യൂഹം സൈന്യങ്ങളെ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം അയച്ചു തരില്ലേ? പിന്നെ എന്താ ഞാൻ ചോദിക്കാത്തത്? എന്തുകൊണ്ട് ഞാൻ നിയന്ത്രണം കൈവിടാത്തത്? എന്തുകൊണ്ട് ഞാൻ സംയമനം പാലിക്കുന്നു? അടുത്ത വാക്യം, 54-ാമത്തെ വാക്യം, അങ്ങനെയെങ്കിൽ എന്ത്? ഞാൻ അങ്ങനെ ചെയ്താൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും? ഞാൻ അങ്ങനെ ചെയ്താൽ ഈ ദൈവിക പദ്ധതി, പ്രവചനങ്ങളുടെ പൂർത്തീകരണം എങ്ങനെ നടക്കും? അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല. അതായത് പ്രതികരിക്കാൻ ശക്തിയുള്ളപ്പോഴും പ്രതിഷേധിക്കാൻ എല്ലാ കാര്യകാരണങ്ങളും നമ്മുടെ കയ്യിലുള്ളപ്പോഴും ചില നേരങ്ങളിൽ ആത്മനിയന്ത്രണം പാലിക്കണം. എന്തിന്? നീ ആത്മനിയന്ത്രണം പാലിച്ചാലേ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആത്മശോധന ചെയ്യണം. എൻ്റെ കർത്താവേ, ഞാൻ ഈ വാവിട്ട് സംസാരിച്ചത് കൊണ്ട്, കൈവിട്ട് ഇടപെട്ടത് കൊണ്ട് ഒക്കെ ദൈവിക പദ്ധതി നിറവേറപ്പെടാതെ പോയ നേരങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതിനെ ഓർത്ത് അനുതപിക്കണം. നമ്മൾ ഇന്നലെ സൗമ്യത ശീലിക്കാൻ പറഞ്ഞില്ലേ? അത് തന്നെ കണ്ടിന്യൂ ചെയ്തേ. ഇന്നലെ സൗമ്യത ഒരു സൗമ്യ സാന്നിധ്യമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ? ഇനിയുള്ള 24 hours നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുക. അതിനകത്തെല്ലാം ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യം. ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുക എന്ന് വെച്ചാൽ ഇനിയുള്ള 24 മണിക്കൂർ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പാപ പ്രലോഭനം വരികയാണ്. നിങ്ങൾ എന്ത് പറയണം? നോ നോ. ദേഷ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. നിങ്ങൾ എന്തു പറയണം? നിങ്ങളോട് തന്നെ നോ. അതായത് ഞങ്ങൾ ആർജിച്ചെടുത്ത പുണ്യങ്ങളെ ഈ നിസ്സാര നിയന്ത്രണ കുറവ് കൊണ്ട് കളഞ്ഞു കുളിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നതാണ് ആ നോ. അതുകൊണ്ട് ആത്മനിയന്ത്രണം ബോധപൂർവം ശീലിക്കുക. ഈ 24 മണിക്കൂർ ആത്മനിയന്ത്രണത്തിൻ്റെ അതിനായി കിട്ടുന്ന അവസരങ്ങളെ ഫലവത്തായി ഉപയോഗിക്കുക. ഈ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാൻ ഒരുങ്ങാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുക. പിതാവേ, എൻ തമ്പുരാനേ, നിന്നെ വണങ്ങുന്നു ഞങ്ങളിന്ന്. ദിവ്യകാരുണ്യമേ, സംപൂജ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളിന്ന്. ദിവ്യകാരുണ്യമേ, സംപൂജ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളിന്ന്. ആത്മാവാം ദൈവമേ, നിത്യസഹായക, നിന്നെ പുകഴ്ത്തുന്നു ഞങ്ങളിന്ന്. ആത്മാവാം ദൈവമേ, നിത്യസഹായക, നിന്നെ പുകഴ്ത്തുന്നു ഞങ്ങളിന്ന്. ആത്മാവാം ദൈവമേ, നിത്യസഹായക, നിന്നെ പുകഴ്ത്തുന്നു ഞങ്ങളിന്ന്. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ വലതുകരം ഞങ്ങളുടെ മേൽ നിരന്തരം ഉയർത്തി നിർത്തുന്നതിനെ ഓർത്ത് കർത്താവേ, നിനക്ക് നന്ദി. ഈശോയെ, നിരവധിയായ നിയോഗങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ ആരാധനയിൽ ഹൃദയം നുറുങ്ങി പങ്കുചേരുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളെ
തിരുസന്നിധിയിലേക്ക് വീണ്ടും ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, കരുണയോടെ ഞങ്ങളെ നോക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണമേ. ഈശോ, ഞങ്ങൾ ഇന്ന് ചിന്തിച്ച കാര്യം ആത്മസംയമനം, ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. കർത്താവേ, ആത്മനിയന്ത്രണം അത് നോ പറയാനുള്ള കഴിവാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന വൈകാരിക വിസ്ഫോടനങ്ങളോട്, പുറമേ നിന്ന് വരുന്ന പ്രലോഭനങ്ങളോട് ഒക്കെ നോ പറയാനുള്ള കഴിവാണ് ആത്മനിയന്ത്രണമെന്ന് തിരിച്ചറിയുന്നു. ഈശോയെ, മരുഭൂമിയിലെ പരീക്ഷയുടെ വേളയിൽ പിശാചിനെ നോ പറഞ്ഞ് തോൽപ്പിച്ചവനെ, ഇത്തരത്തിൽ പലരോടും നോ എന്ന്, തിന്മയോട് നോ എന്ന് തൻ്റെ ഇടത്തോടെ ശക്തിയോടെ പറയാൻ കൃപ തരണേ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങനൊരു വീഴ്ചയുണ്ട്. ചിലരോട് അതിലിപ്പോൾ സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കും, ചില ചായ്വുകളുടെ ഇഷ്ടങ്ങളുടെ പേരിലായിരിക്കും, ചിലതിനോടൊക്കെ നോ പറയാൻ പറ്റുന്നില്ല. കർത്താവേ, ഈശോ, ഞങ്ങൾ കേൾക്കുകയായിരുന്നു, എത്രമാത്രം സുഹൃതങ്ങൾ ഒരാളിലുണ്ടെങ്കിലും ആത്മനിയന്ത്രണമില്ലെങ്കിൽ കോട്ടയില്ലാത്ത നഗരം പോലെ ആള് അപകട സാഹചര്യത്തിലാണെന്ന്. കോട്ടയില്ലാത്ത നഗരം ഏതു നിമിഷവും ആക്രമിക്കപ്പെടാം, ശത്രു വളയും. അതേസമയം കോട്ടയാണ് നഗരത്തിൻ്റെ സംരക്ഷണം. ആത്മനിയന്ത്രണം ഞങ്ങളുടെ സുഹൃതങ്ങളുടെ സംരക്ഷണമാകട്ടെ. ഈശോയെ, ആത്മനിയന്ത്രണം ശീലിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. കർത്താവേ, സ്വയം നിയന്ത്രിച്ച് ഞങ്ങൾ ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ കൂടെ നിന്റെ പദ്ധതി നടപ്പിലാകുമായിരുന്നു. ഈശോ, നീ പറഞ്ഞതുപോലെ, നീ പത്രോസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതുപോലെ ഞങ്ങൾക്കുമൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമേ. പത്രോസെ, നീ എന്ത് വിചാരിക്കും ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പിതാവ് സ്വർഗത്തിൽ നിന്ന് 12 വ്യൂഹം സൈന്യനിരയെ അയക്കില്ലെന്ന് നീ കരുതുന്നുവോ എന്ന് പത്രോസിനോട് ചോദിച്ചതുപോലെ, അങ്ങനെ സൈന്യനിരയെ വിളിച്ചിറക്കിയാൽ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകാതെ പോകുമെന്ന് തിരിച്ചറിഞ്ഞ് ആത്മസംയമനം പാലിച്ച നിന്റെ ശൈലി കർത്താവേ ഞങ്ങളും മാതൃകയാക്കട്ടെ. പ്രതികരിക്കാൻ പറ്റുന്ന നേരങ്ങളിൽ, ശക്തമായി പ്രതികരിക്കണമെന്ന് തോന്നുന്ന നേരങ്ങളിൽ, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കണമെന്ന് തോന്നുന്ന നേരങ്ങളിൽ, അതിനെനിക്ക് ശക്തിയുണ്ടെന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടാകുമ്പോഴും അപ്പോഴൊക്കെ ആത്മസംയമനം പാലിക്കാൻ. കാരണം അങ്ങനെ ആത്മനിയന്ത്രണം പാലിക്കുമ്പോൾ ദൈവിക പദ്ധതിക്ക് ഞാൻ ഇടം കൊടുക്കുകയാണ്. ഈശോ, എൻ്റെ നിയന്ത്രണമില്ലായ്മ മൂലം താറുമാറായിപ്പോയ ദൈവഹിതത്തെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. എൻ്റെ കുടുംബത്തെക്കുറിച്ച് അപ്പാ നിനക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ സ്വഭാവം കാരണം, സംയമനമില്ലാത്ത, നിയന്ത്രണമില്ലാത്ത എൻ്റെ സ്വഭാവം കാരണം പല പദ്ധതികളും താറുമാറായി പോയിട്ടുണ്ടാകും. ഈശോ, ഇനി അങ്ങനെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. സംയമനത്തോടെ ഇടപെടുക കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണം. ഈ ആരാധനയിൽ പ്രത്യേകമായി ദൈവജനമേ നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കേണ്ടത്, കലശലായ കോപമുള്ളവർ, കോപം വന്നു തുടങ്ങിയാൽ പിന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവർ, ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുന്നവർ, നമ്മൾ അങ്ങനെയുള്ളവരാണെങ്കിൽ പ്രത്യേക സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ അത്തരം ആളുകളുണ്ടെങ്കിൽ അവരെ പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ആത്മസംയമനത്തിൻ്റെ ഫലം അവരിൽ പുറപ്പെടുവിക്കുവാൻ നിൻ്റെ ആത്മാവിനെ അവരിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച്
അതുമൂലമുണ്ടായിട്ടുള്ള എല്ലാ സങ്കടങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ആരുടെയൊക്കെയോ നിയന്ത്രണമില്ലായ്മ മറ്റൊരാളുടെ സങ്കടമാണ്, മറ്റൊരാൾക്കത് മുറിവാണ്, അതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈ സുഹൃതം നമ്മളിൽ നിറയാൻ എളിമയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. എൻ്റെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക്, എൻ്റെ കുറവുകളിലേക്ക്, പലപ്പോഴും എൻ്റെ ദേഷ്യത്തെ, എൻ്റെ സങ്കടത്തെ, എൻ്റെ പ്രതികരണങ്ങളെ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത എൻ്റെ ബലഹീനതകളിലേക്ക് കർത്താവേ നീ ആഴത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ഓ ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും
എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. കരികിലിരുന്നാലുള്ളിൽ എന്തൊരു സന്തോഷം,